തങ്കളം കാക്കനാട് നാലുവരി പാത ഉപേക്ഷിക്കുവാൻ LDF സർക്കാർ എടുത്ത തീരുമാനം കോതമംഗലം MLAയുടെ അനാസ്ഥ മൂലമാണെന്ന് കോൺഗ്രസ്. സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം 5-ന് വ്യാഴാഴ്ച PWD ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോതമംഗലത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ വികസന സാധ്യതയുണ്ടായിരുന്ന തങ്കളം കാക്കനാട് പാത കഴിഞ്ഞ 10 വർഷമായി ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാതെ ഇപ്പോൾ ഉപേക്ഷിക്കുവാൻ സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ നിയോജക മണ്ഡലത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ, ബാബു ഏലിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോതമംഗലത്തിന്റെ വികസന സാധ്യതകൾക്ക് അനന്തമായ അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ തങ്കളം കാക്കനാട് പാത. 2012-ലാണ് ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ആദ്യമായി പണം അനുവദിക്കുന്നത്. 5 കോടി രൂപ UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അതിന് അനുവദിക്കുന്നത്. രണ്ടാമത് 10 കോടി രൂപ 2015 ഈ പദ്ധതിക്ക് വേണ്ടി വീണ്ടും അനുവദിക്കുന്നത്. 27 കിലോമീറ്റർ കോതമംഗലത്ത് നിന്ന് കാക്കനാടിന് എത്താൻ 27 കിലോമീറ്റർ ദൂരമെന്നുള്ളത് പ്രത്യേകിച്ചും ഒരു മലയോര മേഖല എന്നുള്ള രീതിയിൽ ഈ നാടിന് ഉണ്ടാകുന്ന ഒരു വലിയ സാധ്യത അതാണ് ലാഗ് ചെയ്ത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ MLA കോതമംഗലം നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ 10 വർഷമായിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് MLAക്ക് കഴിഞ്ഞിട്ടില്ല. 27 കിലോമീറ്റർ നീളവും 30 മീറ്റർ വീതിയും ക്രമപ്പെടുത്തി 2006-ൽ ഉപഗ്രഹ സർവേ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച തങ്കളം കാക്കനാട് പാതയുടെ ആദ്യ റീച്ച് UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ചെങ്കിലും പിന്നീട് വന്ന LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി പദ്ധതിയോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. തങ്കളം കാക്കനാട് പാത ഉപേക്ഷിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. തങ്കളം കാക്കനാട് പാത ഉപേക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം, കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം 5-ന് രാവിലെ PWD ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും ഷമീർ പനക്കൽ, ബാബു ഏലിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.